ശരിയത്തരത്തിൽ ഗവർണറുടെ ആവശ്യപ്രകാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം Z+ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സുരക്ഷാ പ്രശ്നവും ഇന്നേ വരെ കേരളത്തിൽ നേരിടാത്ത ഗവർണർക്ക് സംസ്ഥാനം നൽകി വന്നിരുന്ന Z+ സുരക്ഷ കേന്ദ്രസേന CRPF ഏറ്റെടുക്കുമെന്നതാണ് ഇന്നത്തെ നിലമേൽ നാടകത്തിലുണ്ടായ ഗവർണറുടെ ആവശ്യപ്രകാരമുണ്ടായ എടുത്ത നടപടി എന്ന് പറയുന്നത്. ഈ നിലമേൽ നാടകത്തിൻ്റെ ബാക്കി പത്രമായി കൊല്ലത്ത് നിന്നൊരു വാർത്ത കൂടെ വരുന്നുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനൊപ്പം ഇരുന്നത് അഞ്ചൽ പഞ്ചായത്തിലെ വാർഡ് മെമ്പറായ കോൺഗ്രസ് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ജാസ്മിൻ മഞ്ചൂറാണ് ഗവർണർക്കൊപ്പം കസേരയിട്ട് ഇരുന്നത് എന്ന വാർത്ത കൂടെ കൊല്ലത്ത് നിന്ന് വരുന്നുണ്ട്. വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷ നേതാവിനും സംഘപരിവാർ നിലപാട് സ്വീകരിക്കുന്ന പല വിഷയത്തിലും സംഘപരിവാറിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒരേ സ്വരമാണ് പല വിഷയങ്ങളിലുമുള്ളത്. അത് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് നിലമേലിൽ ഗവർണർ നടത്തിയ നാടകത്തിന് കൂട്ടുനിന്നത് ഒരു കോൺഗ്രസുകാരിയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ അതിന് സംസാരിക്കുന്ന മറ്റൊരു തെളിവാണ്. ഇന്ന് അവിടെ ഹിറ്റ് മൈ കാർ എന്ന് ഗവർണർ വിളിച്ചു പറഞ്ഞ അതേ നുണ അതേപോലെ തന്നെയാണ് ഇപ്പൊ അതിന് സമാനമായ ആ നാടകത്തിന്റെ ഏറ്റവും ഒടുവിൽ പുതിയ ഒരു കൂടി പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം പോയി ഇരുന്നത് ഒരു കോൺഗ്രസ് നേതാവ്, അഞ്ചലിന്റെ കോൺഗ്രസിന്റെ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ്, കൂടാതെ അഞ്ചൽ പഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ, ഇങ്ങനെയൊക്കെ പല പദവികൾ അലങ്കരിക്കുന്ന ഒരു മഹിളാ നേതാവാണ് ഇന്ന് ഗവർണർക്കൊപ്പം പോയി ഇരുന്നത്. ഇവരുടെ രാഷ്ട്രീയം എന്ത് എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോ വിനീഷ പറഞ്ഞതുപോലെ, മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ രണ്ടുപേർക്കും ഒരേ സ്വരം. അതിപ്പോൾ താഴെത്തട്ടിലും മറ്റുള്ളവർ മുഴുവനും ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം RSSുമായും അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുന്നു. ഇവർക്ക് ഒരേ സമയം രണ്ടു തരം ഒരു മുഖമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ പുറത്തുവിട്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ. ഇത് ആ സമയത്ത് ഇത് പ്രചരിപ്പിച്ചത് ഇതൊരു BJP നേതാവ് എന്ന് അവിടെ ഉണ്ടായിരുന്നവർ പലരും പ്രചരിപ്പിച്ചു. നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പറിനെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈ സമയത്താണ് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ നമ്മൾ തന്നെ ഇത് കണ്ടെത്തിയത്. ഇത് കോൺഗ്രസിന്റെ നേതാവാണ്. ഞാൻ അല്പം മുമ്പ് ഈ ജാസ്മിൻ മഞ്ചൂറിനെ നേരിട്ട് വിളിച്ചു ഫോണിൽ സംസാരിച്ചു. അവരുടെ ടെലിഫോൺ അഭിമുഖം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ പറയുന്നത്, ഞാൻ അത് പൂർണ്ണമായി പിന്തുണ കൊടുക്കാൻ പോയതല്ല, ഒരു ഗവർണറല്ലേ, ആ പദവിയിലുള്ള ആളല്ലേ, അതുകൊണ്ടാണ് താൻ പോയി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും അവരുടെ രാഷ്ട്രീയം, അവർ പ്രതിദാനം ചെയ്യുന്ന പാർട്ടി, അതെല്ലാം ഇത് അനുവദിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടത് ഈ KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ ഈ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവോ ഒക്കെ തന്നെയാണ്. പിന്നെ ഇവർക്കെല്ലാം ഒരേ സ്വരമായതുകൊണ്ട് ഇപ്പൊ K സുധാകരൻ തന്നെ പറയുന്നത് RSSന്റെ താൻ കാവലിൽ നിന്നു, ശാഖ നടത്താൻ കാവലിൽ നിന്നു. അദ്ദേഹം പറയുന്നു താൻ BJPയിലേക്ക് പോയാൽ ആർക്കാണ് താൻ വേണമെങ്കിൽ പോകുമെന്ന് അദ്ദേഹം പരസ്യമായി പറയുന്നു. RSSന്റെ പല പരിപാടികളിൽ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഒരേ സ്വരമാണ് അവർക്ക്. പിന്നീട് നമുക്ക് ഇവരിൽ നിന്ന് ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ കേരളം എന്ന പൊതുസമൂഹം വിഡ്ഢികളല്ല എന്ന് ഇവർ മനസ്സിലാക്കേണ്ടത് സമയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടുന്നത്. നമ്മൾ മാത്രമേ അത് ചെയ്യുകയുമുള്ളൂ. വിനീഷ. ശരി രാജ്കുമാർ, ഗവർണർ നടത്തിയ നിലമേൽ നാടകത്തിന് സകലമാന ഒത്താശയും ചെയ്യുന്നത് പ്രാദേശിക കോൺഗ്രസുകാരാണ് എന്ന ദൃശ്യങ്ങൾ സഹിതമുള്ള തെളിവുകളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടത്.